പിണറായിയുടെ കരച്ചിലാണ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ. മൂപ്പര് പറയുന്ന കാര്യം, കേന്ദ്രം ഒന്നും തരുന്നില്ല, മോദി പിണങ്ങിയിരിക്കുകയാണ്, മോദി കേരളത്തോട് പിണങ്ങുന്നു, എന്നോട് പിണങ്ങുന്നു. അയ്യോ, എനിക്ക് ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യേ, എനിക്ക് സഹിക്കാൻ വയ്യേ എന്നുള്ളതാണ് പറയുന്നത്. ഇത് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്. ഈ കേൾക്കുന്ന മാധ്യമങ്ങൾക്കും അറിയാം ഇതൊക്കെ ശുദ്ധ കള്ളത്തരമാണെന്നുള്ളത്. പിന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അവരവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് അവർ അന്നത്തേക്കുള്ളത് ബ്രേക്കിങ്ങും കൊടുക്കും, വാർത്തയായിട്ട് അച്ചടിച്ചും വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എത്ര നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ളത്. ഇനി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഇതൊക്കെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടില്ല. അവിടെ പോയി നിന്ന് എല്ലാം കേട്ട് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് റാൻ മൂളി പോരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേന്ദ്രത്തിൻ്റെ കയ്യിൽ കണക്കുകൾ ഇരിപ്പുണ്ടേ. ഈ കണക്കൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കും. ഈ കഴിഞ്ഞ ഇടയ്ക്കും കേന്ദ്രം തരുന്നില്ല, അത് തരുന്നില്ല, ഇത് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനകാര്യമന്ത്രി, പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ആ കണക്കുകളൊക്കെ ആയിട്ട് ഒന്ന് എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരണേ എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസ് കണ്ടിട്ടില്ല, നിർമ്മല സീതാരാമൻ ആരാന്നറിയില്ല, കേന്ദ്രം ഇവിടെ ഭരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായി. അതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. ഇനി എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ അതൊന്നും പറ്റൂല. അത് നമ്മുടെ പരിപാടിയല്ല, നമുക്ക് പണി കിട്ടുന്ന പരിപാടിയാണ്. കേന്ദ്രം കൊണ്ടുവന്നതല്ലേ. ഇനി അതെങ്ങാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് BJPക്ക് വോട്ട് ചെയ്താലോ? അതാണ് ഇവിടുത്തെ ചങ്കന്മാരുടെയൊക്കെ ഒരു അവസ്ഥ. ഈ ചെഗുവേരനെ അനാവശ്യമായിട്ടും സ്ഥാനത്തൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആളുകളുണ്ട്. വെറുതെ അങ്ങോട്ട് വിമർശിക്കും. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയുള്ള ആളുകളാണ്, ഒരുതരം മനോഭാവമുള്ള ആളുകളാണ്. നിങ്ങൾ കേന്ദ്രം എന്ന് കേട്ടാൽ, BJPയുടെ B കേട്ടാൽ, RSSന്റെ R കേട്ടാൽ, UDFന്റെ U കേട്ടാൽ അപ്പം വിമർശിച്ചു വേണം. നമുക്ക് നല്ലതിനാണോ കെട്ടതിനാണോ എന്നൊന്നും നോക്കിയേക്കരുത് എന്നാണ് ഇപ്പോൾ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ പറയുന്ന എന്താ പറയുക, ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ആളുകളാണ് മുളച്ചു പൊങ്ങി വരുന്നതൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെയും നമ്മൾ നോക്കേണ്ടതുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ കേന്ദ്രം ഒന്നും തരുന്നില്ലേ എന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രം പലപ്പോഴും GSTയുടെ വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും നിർമ്മല സീതാരാമൻ കൃത്യമായ കണക്ക് മേശപ്പുറത്ത് വെച്ചതോടുകൂടി ഇവർക്കൊന്നും പറയാനില്ല. IGST ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ അവരവർക്ക് വികസനത്തിന് വേണ്ടുന്നതിന് വേണ്ടി വാദിക്കുകയും അവരവർക്ക് വേണ്ടുന്നതിനുള്ള പണമൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ കേരളം പോയിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ട്, ആ കടം വീട്ടാനായിട്ട് കേന്ദ്രം പൈസ തരണം. ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഒരു സംസ്ഥാനത്തിൻ്റെ കടം വീട്ടാനായിട്ട് പണം കൊടുക്കണമെന്നുള്ളത്? അത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര ചൊറിച്ചിലും മാന്തലുമായിരുന്നു. ആ ചൊറിച്ചിലും മാന്തലും ഒക്കെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്, തദ്ദേശവും നിയമസഭയും ഒക്കെ വരികയാണ്. ഈ നിയമസഭയും തദ്ദേശവും ഒക്കെ വരുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലേ കേന്ദ്രം കേരളത്തിന് വേണ്ടി ഒന്നും തരാതെ ഇരിക്കുകയാണ്. നമുക്ക് ഒരു വാർത്തയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ എത്രത്തോളം വളച്ചൊടിക്കാമെന്നുള്ളത് നമ്മുടെ മലയാളി മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ്. അത് അവരെ എഴുതുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. പണിയെടുക്കുന്നതിനുള്ള പണമാണല്ലോ കിട്ടുക മാസാവസാനം, അതുകൊണ്ട് അവർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് ചോദിക്കുമ്പോൾ NDA സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ UPA സർക്കാർ ഇവർ കൊടുത്തിട്ടുണ്ടോ? UPA സർക്കാർ ഇവിടെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അതും ഒരു ചോദ്യമല്ലേ. അതെന്താണ് CPM പറയാത്തത്? അതെന്താ CPMന് അത് പറയുമ്പോൾ വായടഞ്ഞു പോകുന്നത്? ഇലക്ഷൻ വരികയല്ലേ, എല്ലാവരും ഒന്നും അറിയട്ടെ, കാര്യങ്ങളൊക്കെ ഒന്നും അറിയണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം UPA ഭരണകാലത്തും NDA ഭരണകാലത്തും എന്തൊക്കെയാണ് കേരളത്തിന് നൽകിയത് എന്നുള്ളത്. 2004 മുതൽ 2014 വരെ കേരളത്തിന് കിട്ടിയത് ആകെ 46,300 കോടിയാണ്. 2014 മുതൽ 2024 വരെ കിട്ടിയത് 1,57,017 കോടിയാണ്. അതായത് നേരത്തെ കിട്ടിയിരുന്നതിൻ്റെ 3 ഇരട്ടിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി UPA ഭരണകാലത്ത് ഗ്രാൻഡിന് എയ്ഡായിട്ട് കിട്ടിയത് 25,630 കോടിയാണ്. മോദി കാലത്ത് നമുക്ക് നോക്കാം, ഒന്നും തരുന്നില്ലെന്നല്ലേ പറയുന്നത്, 1,56,214 കോടി. എൻ്റെ അമ്മോ, ഇതെന്താണിത്? ഇതൊക്കെ കിട്ടിയിട്ടാണോ ഇത് ഇല്ല എന്നൊക്കെ പറയുന്നത്? ഒരു ഉളുപ്പ് വേണ്ട, ലേശം ഉളുപ്പ്
എന്ന് ചോദിക്കുന്നത് പോലെ കുറച്ചെങ്കിലുമൊക്കെ വേണ്ട. ഇതൊക്കെ വാങ്ങി പോക്കറ്റിലിട്ട് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മോദി ആരാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇത്. അപ്പോൾ മോദി കാലത്ത് ഗ്രാൻഡിന് ഈടായിട്ട് കിട്ടിയത് 6 ഇരട്ടിയാണ്. നേരത്തെ കിട്ടിയിരുന്നതിൻ്റെ 6 ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ കിട്ടിയിരുന്ന 72,000 കോടി, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് UPA ഭരണകാലത്തെയാണ് പറയുന്നത്. അപ്പോൾ 72,000 ഇങ്ങനെ ഓരോന്നും കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടി നോക്കുമ്പോൾ 72,000 കോടിയാണ്. അതിപ്പോൾ 3.31 ലക്ഷം കോടിയായി. അതായത് ഒരു 4 മടങ്ങോളം കൂടുതലായിട്ടുണ്ട്. വർധന 4 മടങ്ങോളമാണ് എന്നുള്ളതാണ് കണക്കുകൾ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ തന്നെ ഈ പിണറായി സർക്കാരിൻ്റെ നുണ അവിടെ പൊളിയുകയല്ലേ. ഇതൊന്നും ചുമ്മാ കണക്കുകളല്ല കേട്ടോ, ഇതൊക്കെ അമിത്ഷാ നിരത്തിയ കണക്കുകളാണ്. അമിത്ഷാ പറഞ്ഞിട്ടുള്ള കണക്കുകളാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒന്നും തന്നില്ല എന്ന് പറയുന്നു പിണറായി സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ തന്നത് മുഴുവനും എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥ. കണക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ കണക്കുകൾ പറയുന്ന സമയത്ത് നമ്മുടെ പിണറായി സർക്കാരിലെ ഏതെങ്കിലും ഒരാൾക്ക് ഇതിങ്ങനെയല്ല എന്ന് കണക്കുകൾ സഹിതം പൊളിക്കണം. വെറുതെ അല്ല, കണക്കുകൾ സഹിതം പൊളിക്കണം. ആരോപണങ്ങൾ പറയാൻ എളുപ്പമാണ്. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോപണം ആർക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഉന്നയിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു, എൻ്റെ കയ്യിൽ കണക്കുണ്ട് വിജയ, അപ്പോൾ ഞാൻ പറയാം, ഇതിന് മറുവാദം ഉണ്ടെങ്കിൽ ഉന്നയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിട്ട കണക്കുകളാണിതൊക്കെ. ഇപ്പോൾ ഇത്രയും 4 മടങ്ങ് 6 മടങ്ങ് ഇരട്ടിയൊക്കെ വർധന ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന NDA സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് കിട്ടുന്ന ഫണ്ടുകളിൽ. ഇതെല്ലാം മറച്ചു വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. വളരെ നീചവും പൈശാചികവുമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇനി ദുരന്ത നിവാരണത്തിൻ്റെ കാര്യം ഒന്ന് നോക്കി നോക്കാം. ദുരന്ത നിവാരണത്തിൽ അടുത്തിടെ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, കേരളം, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കായിട്ട് 1066.80 കോടി നൽകിയിട്ടുണ്ട്. 19 സംസ്ഥാനങ്ങൾക്ക് 8,000 കോടി ഈ വർഷം വിതരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണോ ഒരു കേന്ദ്രം ഒരു സംസ്ഥാനത്തിനായിട്ട് കുറവ് വരുത്തുന്നത്? അതും ചിന്തിക്കേണ്ട വിഷയമാണല്ലോ. ഇനി 2014 മുതൽ 15 വരെ, പിന്നീട് 2023-20, അതായത് 2014-15 മുതൽ 2023-25 വരെയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതുവരെ ആകെ കൈമാറിയത് ഈ ദുരന്ത നിവാരണത്തിലാണ് കേട്ടോ, 2,437.85 കോടിയാണ് എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമാണോ? ഇത് മാത്രമല്ല, അടുത്ത കണക്കും കൂടി വരുന്നുണ്ട്. അത് ഒരുമാതിരി അടകടിക്കുന്ന അവസ്ഥയിലുള്ള കണക്കുകളാണ്. ഇത് കേൾക്കുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല, ഇത് ഉള്ള കണക്കുകളാണ്. അതായത് PM കിസാൻ പദ്ധതി പ്രകാരം 39 ലക്ഷം കർഷകർക്ക് 1,200 കോടിയുടെ സഹായം കൊടുത്തിട്ടുണ്ട്. ജൽജീവൻ മിഷൻ അതിൽ 39.68 ലക്ഷം വീട്ടുകാർക്ക് വെള്ളം അതുവഴി ലഭിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് 83 ലക്ഷം പേർക്ക് ആരോഗ്യ സേവനം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 1,500-ലധികം ജനൌഷധി കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ജനൌഷധി കേന്ദ്രങ്ങളിൽ നല്ല തിരക്കുണ്ട്. സാധാരണ ഫാർമസികളേക്കാൾ, ഈ പറയുന്ന മെഡിക്കൽ ഷോപ്സിനേക്കാളും കൂടുതൽ തിരക്ക് ഇപ്പോൾ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതെന്തിനാണ് തുടങ്ങിയത്? ഈ പറയുന്ന മരുന്നുകളുടെ വില കുറയ്ക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ മരുന്ന് കമ്പനികൾ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ജനൌഷധി എന്ന് പറയുന്ന ജനറിക് മെഡിസിൻ സ്റ്റോറുകൾക്ക് വേണ്ടി തുറക്കുന്നത്. ഇത് സത്യത്തിൽ മെഡിക്കൽ കമ്പനികൾക്ക്, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായി. കാരണം ജീവൻ രക്ഷാ മരുന്നുകളാണല്ലോ, ഒരാളുടെ ജീവന് വേണ്ടിയിട്ടാണല്ലോ ഏതൊരു കാര്യത്തിനും, പനി ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഏതിനാണെങ്കിലും മരുന്ന് കഴിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപായമൊന്നും വരാതെ അസുഖങ്ങളെല്ലാം മാറുവാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൽ വലിയ വെട്ടിപ്പ് നടത്തുമ്പോൾ അതിന് തടയിടുക കൂടിയാണ് ഇതുവഴി ചെയ്തിട്ടുള്ളത്. നീണ്ട ക്യൂ പല സ്ഥലങ്ങളിലും ജനൌഷധി കേന്ദ്രങ്ങളിലും നമുക്ക് കാണാനൊക്കെ കഴിയും. അത് ഇവരൊക്കെ എത്ര, ഈ അന്തം കമ്മികളൊക്കെ കൂടി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്.
ഇനി അന്ന യോജന വഴി 1.54 കോടി പേർക്ക് സൗജന്യ ഭക്ഷ്യധാന്യം നൽകിയിട്ടുണ്ട്. ഉജ്ജ്വല പദ്ധതി 4 ലക്ഷം പേർക്ക് LPG കണക്ഷൻ അതുവഴി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 1.76 ലക്ഷം വീടുകൾ നൽകിയിട്ടുണ്ട്. 34,000 എണ്ണം ഗ്രാമങ്ങളിൽ, 1.42 ലക്ഷം നഗരങ്ങളിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം എത്തിച്ചത് സംസ്ഥാനത്ത് 63,300 കോടി രൂപയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു BJP എന്നുള്ളത് വർഗീയ പാർട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കയറക്കൂടാൻ തുടങ്ങിയപ്പോൾ BJP കൊണ്ടുവരുന്ന ഒരു പദ്ധതികളും ഇവിടെ പ്രചാരത്തിൽ കൊണ്ടുവരില്ല, അതിനെല്ലാം തടയിടും, അതെല്ലാം ഞങ്ങളുടെ പേരിൽ മറ്റൊരു രീതിയിൽ ഇറക്കും എന്നുള്ളത് ഇവിടുത്തെ സർക്കാരിൻ്റെ ധാരണകളാണ്. അതെല്ലാം പൊളിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ആ പൊളിഞ്ഞു തുടങ്ങിയതിനെ ഇവിടുത്തെ ഏത് മുന്നണിയായും ഭരണ നേതൃത്വമായാലും പ്രതിപക്ഷമായാലും ഭയപ്പെടുന്നുണ്ട്. BJP കയറി വരുന്നത്, അതായത് ജനമനസ്സുകളിലേക്ക് വരുന്നത് ഇത്തരം പദ്ധതികളിലൂടെയാണ്. അതിൽ വളരെ അധികം ആത്മവിശ്വാസം BJPക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് 25% വോട്ട് ഷെയർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 21,000-ഓളം സ്ഥലങ്ങളിലാണ് 2026 ഈ പറയുന്നത് പോലെ BJP മത്സരിക്കാൻ ഇറങ്ങുന്നത്. പിന്നെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കും. ഇത് എത്രയൊക്കെ മറച്ചു വെച്ചാലും മുമ്പിൽ എത്താതിരിക്കാനുള്ള കാലഘട്ടമല്ല, അത് കഴിഞ്ഞുപോയി. ഇതിപ്പോൾ വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ആര് നുണ എഴുതിയാലും അല്ലെങ്കിലും ഇതിൽ സത്യം എന്താണെന്ന് അറിയാൻ 2 സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് BJPയെ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 മുന്നണികളും ചേർന്ന് നടത്തുന്ന നാടകങ്ങൾക്ക് ഇതോടുകൂടി വിരാമമാകുമെന്ന് വേണം കരുതാൻ.